പറക്കാത്ത വലിയ പക്ഷി, ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി, ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി. പ്രജനന സമയത്ത് പെൺപക്ഷികളെ ആകർഷിക്കുന്നതിനായി ആൺപക്ഷികൾ വിചിത്രമായ നൃത്തം നടത്തുന്നു. ഹലോ എവരിവൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിഫ്റ്റ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിഫ്റ്റ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പറക്കാൻ കഴിയാത്ത പക്ഷിയും എന്നാൽ വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷിയുമാണ് ഒട്ടകപ്പക്ഷി. 2 മീറ്ററിലധികം ഉയരമുള്ള ഇവയ്ക്ക് മണിക്കൂറിൽ പരമാവധി 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയും ഈ പക്ഷിയുടേതാണ്. ഇതിന് ഏകദേശം 1.5 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ഇവയുടെ കാഴ്ചശക്തി അപാരമാണ്. ഏകദേശം 2.5 കിലോമീറ്റർ അകലെയുള്ളതുവരെ ഇവയ്ക്ക് കാണാൻ കഴിയും. സാധാരണ ഇവ സസ്യബുക്കുകളാണ്. പച്ചിലകളും ഫലങ്ങളുമാണ് പ്രധാന ഭക്ഷണം. എന്നാൽ ചിലപ്പോൾ ചെറുജീവികളെയും ഭക്ഷിക്കാറുണ്ട്. ഇവയുടെ ആയുസ് ഏകദേശം 30 മുതൽ 40 വർഷം വരെയാണ്. ബലമേറിയ നീണ്ട കാലുകളിൽ 2 വിരലുകൾ മാത്രമാണ് ഇവയ്ക്കുള്ളത്. അതിലൊന്ന് പ്രധാന വിരൽ, മറ്റൊന്ന് ചെറുവിരൽ. പ്രധാന വിരലിന് വലിയൊരു നഖമുണ്ട്. ഇത് ഓടുമ്പോൾ ശരീരത്തെ ബാലൻസോടെ നിർത്താൻ സഹായിക്കുന്നു. ആൺ ഒട്ടകപ്പക്ഷികളുടെ തൂവലുകൾക്ക് സാധാരണയായി കറുപ്പും വെളുപ്പും കലർന്ന നിറമാണ്. എന്നാൽ പെൺ ഒട്ടകപ്പക്ഷികളുടേത് ഗ്രേ നിറത്തിലാണ്. കൂട്ടമായി ജീവിക്കുന്ന പക്ഷികളാണ് ഒട്ടകപ്പക്ഷികൾ. ഒരു കൂട്ടത്തിൽ 10 മുതൽ 50 വരെ പക്ഷികളുണ്ടാകും. ഈ കൂട്ടത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള പക്ഷികൾ കാണും. കൂട്ടത്തോടെയുള്ള ഇവയുടെ ജീവിതം ഒരു പരിധിവരെ സുരക്ഷയ്ക്കും പരിരക്ഷയ്ക്കും സഹായമാണ്. ഇവ വ്യത്യസ്ത ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. പ്രജനന സമയത്ത് പെൺപക്ഷികളെ ആകർഷിക്കുന്നതിനായി ആൺപക്ഷികൾ വിചിത്രമായ നൃത്തം നടത്തുന്നു. 15 മുതൽ 20 വരെ മുട്ടകളാണ് ഇവ ഇടാറ്. ഒട്ടകപ്പക്ഷി കുഞ്ഞുങ്ങൾ വളരുന്നത് വളരെ വേഗത്തിലാണ്. 1.5 വർഷത്തിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്തും. ഒട്ടകപ്പക്ഷിയുടെ മാംസം ധാരാളം പ്രോട്ടീൻ അടങ്ങിയതും കൊഴുപ്പ് കുറഞ്ഞതുമാണ്. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ ഇവയുടെ മാംസം വളരെ ജനപ്രിയമാണ്. ഇവയുടെ തൂവലുകൾ പ്രാചീന കാലം മുതൽ അലങ്കാരത്തിനും വസ്ത്രനിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ തോൽ വളരെ ഉയർന്ന നിലവാരമുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. ഇത് ബാഗുകൾ, ചെരുപ്പ്, ബെൽറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഒട്ടകപ്പക്ഷിയുടെ മുട്ട അവയുടെ വലിപ്പം മൂലം ആകർഷണീയമാണ്. ഇത് ഭക്ഷ്യയോഗ്യമാണ്. കൂടാതെ ശില്പങ്ങളും അലങ്കാരങ്ങളും ഉണ്ടാക്കാൻ ഇതിൻ്റെ ഷെല്ലുകൾ ഉപയോഗിക്കുന്നു. ഒട്ടകപ്പക്ഷികളെ വളർത്തി വിൽക്കുന്നത് ഒരു ലാഭകരമായ വ്യവസായമാണ്. ഇവയുടെ മാംസം, തോൽ, തൂവൽ, മുട്ട എന്നിവയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഇതുമൂലം ഒട്ടകപ്പക്ഷി കൃഷി പല രാജ്യങ്ങളിലും വ്യാപകമായി നടപ്പിലാക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ മനോഹരമായ കേപ്പ് പെനിൻസുലയിലെ പ്രകൃതിരമണീയമായ ഇടങ്ങളിലൊന്നാണ് ഒട്ടകപ്പക്ഷി ഫാം. ഒട്ടകപ്പക്ഷികളുമായി അടുത്തിടപഴകാൻ കഴിയുന്ന ഈ ഫാം വിസ്മയകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. 1996 സ്ഥാപിതമായ ഈ ഫാം സമയത്തിനൊപ്പം വളർന്ന് ഇന്ന് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഒട്ടകപ്പക്ഷികളുടെ പ്രാധാന്യം പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം ഈ ഫാം പരിതസ്ഥിതി സൗഹൃദ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 65 ഹെക്ടർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഈ ഫാമിൽ ഒട്ടകപ്പക്ഷികൾ സ്വതന്ത്രരായി വിഹരിക്കുന്നു. ഇവിടുത്തെ പ്രകൃതിദത്ത സാഹചര്യം ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയോട് ഏറെ സാമ്യമുള്ളതാണ്.
കേപ്പ് പോയിന്റിലെ ഒട്ടകപ്പക്ഷി ഫാം പരിതസ്ഥിതി സൗഹൃദ കൃഷി രീതികൾ, വിശാലമായ വിദ്യാഭ്യാസ അനുഭവങ്ങൾ, മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. പരിതസ്ഥിതി സംരക്ഷണവും വിനോദസഞ്ചാരവും തമ്മിലുള്ള സമന്വയത്തിൻ്റെ ഉത്തമ മാതൃകയായി നിലകൊള്ളുന്ന ഈ ഫാം സന്ദർശകർക്ക് ഒട്ടകപ്പക്ഷികളെ തൊട്ടറിയാനും അവയ്ക്ക് ഭക്ഷണം കൊടുക്കാനുമുള്ള അവസരങ്ങൾ നൽകുന്നു. ഈ ഫാം എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. ഈ ഫാമിലേക്കൊരു സന്ദർശനം അത് നിങ്ങൾക്ക് എക്കാലവും ഓർമ്മിക്കാവുന്ന അനുഭവങ്ങൾ നൽകും. പ്രകൃതിയോടും വന്യജീവികളോടും ചേർന്ന് ഒരിക്കലെങ്കിലും സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫാം തീർച്ചയായും സന്ദർശിക്കുക. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.